الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലെല്ലായ്പ്പോഴും അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ഹലാലിനെയും ഹറാമിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ, സർവോപരി ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പരിശുദ്ധ ഈമാനിന്റെ വചനം മുൻനിർത്തി വിട പറയാൻ അല്ലാഹു നാം ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അല്ലാഹു പൂർത്തീകരിച്ചിരുമാറാകട്ടെ. ആശുപത്രികളിലും പലരും അസുഖം വന്നിട്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെയൊക്കെ അല്ലാഹു തആല അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മുടെ സമീപ സ്ഥലങ്ങളിലൊക്കെ ചില മരണങ്ങൾ നടക്കുന്നപ്പോൾ ആ മരണത്തെപ്പറ്റി ഒരു നിമിഷമെങ്കിലും ആരും ആലോചിക്കാതിരുന്നിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ യുവാക്കളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിട പറയുമ്പോൾ അതിനെക്കുറിച്ച് അറിയാനും പറയാനും എഴുതാനും വായിക്കാനും ഒക്കെ നാം ഏറെ സമയം ചെലവഴിക്കുന്നില്ല. പക്ഷെ ഇത്തരം മരണങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നാം ഓരോരുത്തരും എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്, എന്ത് സന്ദേശമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഈ ലോകത്ത് നാമൊക്കെ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം എന്ന യാഥാർത്ഥ്യത്തിന് അപ്പുറം മറ്റൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അത് വളരെ കൃത്യമായിട്ട് തന്നെ സംഭവിക്കാൻ പോകുന്നതാണ് എന്നാണ് നമ്മൾ കൃത്യമായി വിശ്വാസി എന്നുള്ള നിലയിൽ മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ ആലി ഇംറാനിൽ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന കൃത്യമായ വാചകമുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നന്മകളുടെയും തിന്മകളുടെയും പ്രതിഫലം പൂർത്തിയാക്കപ്പെടുക തന്നെ ചെയ്യും. ആരാണോ നരകത്തിൽ നിന്ന് വിദൂരമാവുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, തീർച്ചയായും അവന്റെ ജീവിതം എന്ന് പറയുന്നത് വിജയത്തിന്റെ കൂട്ടത്തിലാണ്. അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവങ്ങൾ മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പൊ മരണം എന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ എനിക്കോ നിങ്ങൾക്കോ ഒളിച്ചോടാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി വിശുദ്ധ ഖുർആൻ വചനം നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. അന്ന് മരണത്തിന്റെ സമയത്ത് സുബഹി നമസ്കാരത്തിൽ പങ്കെടുത്തപ്പോ ഇമാം ഓതുകയാണ് ഒരു സൂറത്ത്. സൂറത്തുൽ ജുമുഅയിലെ ആ സൂറത്തിലെ ആയത്തുകൾ പാരായണം ചെയ്തപ്പോ ആ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നവർക്കറിയാം. ഖുലിന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅലമൂൻ. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഒളിച്ചോടുന്നത്,
ഏതൊരവസ്ഥയിൽ നിന്നാണോ നിങ്ങൾ മാറിപ്പോകാൻ ചിന്തിക്കുന്നത്, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ദൃശ്യവും അദൃശ്യവും അറിയുന്ന അല്ലാഹുവിന്റെ അടുത്തേക്ക്, അല്ലാഹുവിന്റെ ലോകത്തേക്ക് നിങ്ങൾ മടക്കപ്പെടുക തന്നെ ചെയ്യും. ആയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുവർത്തിച്ച, നിങ്ങൾ ചെയ്തു കൂട്ടിയ, നിങ്ങൾ അനുഷ്ഠിച്ച എന്തൊക്കെ നല്ലതും ചീത്തയുമായ പ്രവർത്തനങ്ങളുണ്ടോ അതിനെക്കുറിച്ച് വിലയിരുത്തപ്പെടുക തന്നെ ചെയ്യും എന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമഅയോട് പറയാം. നമുക്കറിയാം, പലപ്പോഴും ചെറുപ്പക്കാരായ ആളുകൾ മരണപ്പെടുമ്പോ ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവിടെ കിടപ്പിലുള്ള ഉമ്മയുണ്ടാവും. ആ ഉമ്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളോട് പറഞ്ഞിട്ടുണ്ടാവും, പടച്ചവനെ എന്നെയാണ് മരിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എന്റെ കൊച്ചു മകനെയല്ലേ കൊണ്ടുപോയത്. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ പല മരണങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴും. കാരണം തീരെ സുഖമില്ലാത്തവർ വീട്ടിലുണ്ടാകും, കിടപ്പിലുള്ളവരുണ്ടാകും. അവരെ ഒന്നും മരണത്തിന്റെ ദൂതം വന്ന് വിളിക്കാതെ ചെറുപ്പക്കാരായ ചോരത്തിളപ്പുള്ള ആളുകൾ മരണപ്പെടുമ്പോ ഒരു കവി പാടിയത് ഓർമ്മിക്കുകയാണ്. وكم من فتى أمسي وأصبح ضاحكا فقد نسجت أكفانه وهو لا يدري وكم من صحيح مات من غير علة. ഒരാരോഗ്യ പ്രശ്നവുമില്ലാത്ത ചോരത്തിളപ്പുള്ള എത്രയെത്ര യുവതി യുവാക്കളാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നത്. എത്രയെത്ര രോഗികളാണ് ദീർഘകാലം അവരെ മരണത്തോട് അടുപ്പിക്കാതെ അവർ ജീവിച്ചു പോകുന്നത്. ഇന്നലെ വരെ ചിരിച്ചുകൊണ്ട് റോഡിലും തെരുവീതികളിലും നൃത്തം ചെയ്യുന്ന, ചിരിച്ചുകൊണ്ടിരിക്കുന്ന, സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന, ആർമാദിച്ചു കൊണ്ടിരിക്കുന്ന എത്ര യുവാക്കളും യുവതികളുമാണ് അവർ അവരുടെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ പുടവ അത് നെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നേക്ക്. അവരൊക്കെ ഇന്ന് വിട പറഞ്ഞു പോയി, പക്ഷെ അവരറിയുന്നില്ല നാളത്തേക്ക് നമ്മൾ മരിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെയോ മിനിഞ്ഞാന്ന് ഓർമ്മയില്ല, ഒരു ആ സഹോദരൻ തായ്ലാൻഡിൽ പോയതാണ്. അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി ഒരു ട്രിപ്പ് പോയതാണ് തായ്ലാൻഡിൽ. 4 മക്കളുടെ ഒരു പിതാവ്, ഉപ്പയും ഉമ്മയും ഉണ്ട്, ഭാര്യയും ഉപ്പയും, അവരുടെ ഉപ്പയും ഉമ്മയും ഉണ്ട്, 4 മക്കളുണ്ട്. പക്ഷേ ആ ടൂറിന് പോയ സമയത്താ മരിച്ചു എന്ന് നാട്ടിലേക്ക് വിവരം അറിയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല, ഇന്ന് നേരം വെളുപ്പ് കുപ്പായം ധരിച്ച് ബട്ടൺസ് ഒക്കെ ധരിച്ച് മുറുക്കി എടുക്കുമ്പോ ഇത് ആരാണ് അഴിച്ചു വെക്കുന്നത് നമ്മുടെ ഡ്രസ്സ് പോലും എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ മരണപ്പെടുമ്പോ ചിന്തിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ, അതൊരു ചീത്തയായ മരണമായെങ്കിൽ എത്ര മോശമായിരുന്നു. ഒരു മോശമായ സാഹചര്യത്തിലാണ് തനിക്ക് മരണം എത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ചെയ്യാൻ ബാക്കി ഉണ്ടായിരിക്കെ അതൊന്നും ചെയ്യാതെ, നന്മകൾ ഒന്നും ചെയ്യാതെ, നന്മകളെ കുറിച്ച് ചിന്തിക്കാതെ മരണപ്പെടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ആത്മാവ് മരണത്തിന്റെ ആളുകളോട്, മലക്കുകളോട് പറയുന്ന ഒരു വർത്തമാനം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. മരണസമയത്ത് കുടിക്കാൻ വരുമ്പോ, റൂഹ് കുടിക്കാൻ വരുമ്പോ പറയുക, റബ്ബി ലൗലാ അഖർതനി. ആ സെക്കൻഡുകൾ സംസാരിക്കുകയാണ്, പടച്ചോനെ എന്നെ ഒരു സെക്കൻഡ് ബന്ധിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഒരുപാട് ചാരിറ്റികൾ ചെയ്യായിരുന്നു, പാവങ്ങളെ സഹായിക്കായിരുന്നു, നല്ല പ്രവൃത്തികൾ ചെയ്യായിരുന്നു. ഞാൻ ഇത്രയും കാലം ഇങ്ങനെ ഒരു മരണം എത്തുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് ഇനിയും സമയമുണ്ട് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ സമയം എത്തിയ അള്ളാഹു ഒരു സെക്കൻഡ് പോലും അള്ളാഹു തആല അവനെ ബന്ധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഉമ്മത്തിനോട് പറയുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളൊക്കെ നിരന്തരം മരണത്തെക്കുറിച്ച് ഓർമ്മിക്കണം. നമ്മുടെ ജീവിതം നന്നാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യണമെങ്കിൽ, അള്ളാഹുവുമായിട്ട് ഇബാദത്തിനോട് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
എല്ലാ ആസ്വാദനങ്ങളെയും എല്ലാ ടേസ്റ്റുകളെയും എല്ലാത്തിനെയും ഇല്ലാതാക്കുന്ന കരിച്ചു കളയുന്ന മരണം എന്ന ആ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ഓർമ്മകൾ വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. കാരണം എന്താണെന്നറിയോ, മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആത്മാവ് വിലപിച്ചുകൊണ്ടേയിരിക്കുന്ന, പരലോകത്തും വിലപിച്ചുകൊണ്ടിരിക്കും. ഓരോരുത്തരും വിലപിക്കുകയാ, എന്റെ പരാജയമേ, എന്റെ നഷ്ടമേ, ഞാൻ പാഴാക്കിയ ദിനങ്ങളെ കുറിച്ച് ഓർമ്മിക്കുകയാ. എന്താ നഷ്ടം? അള്ളാന്റെ വിഷയത്തിൽ അള്ളാന്റെ വിഷയത്തിൽ, അള്ളാഹു കൽപ്പിച്ച വിഷയത്തിൽ, അള്ളാഹു നിരോധിച്ച വിഷയത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്തല്ലോ. പടച്ചറപ്പേ, എനിക്കൊരു മടക്കന്താ, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും കാത്തു രക്ഷിക്കണേ ഈ അദാബിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും മരണപ്പെട്ടുമെന്ന് അറിഞ്ഞപ്പോ അതിന്റെ കാരണം അറിയാനും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അടുത്ത നിമിഷം എനിക്കും ഈ മരണം വരാം, എന്റെ വീട്ടിലും ഇങ്ങനെ സംഭവിക്കാം, എന്റെ മക്കൾക്ക് പോലും ഇങ്ങനെ സംഭവിക്കാം. അവിടെ ഞാൻ സെൻട്രൽ ഹാളില് ഒരു മയ്യത്തായി കിടക്കുന്ന സമയത്ത്, ആളുകളൊക്കെ എന്നെ നോക്കുന്ന സമയത്ത്, പടച്ചറപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ഉത്തരവാദിത്തമാണ് ഞാൻ ഈ ലോകത്ത് നിർവഹിച്ചത്. ഈ അടുത്ത ദിവസം 12 ആഴ്ച മുമ്പ് ഒരു വീക്കിലിയിലെ ഒരു ഖണ്ഡിക വായിക്കാൻ അത്ഭുതപ്പെട്ടു പോയി. ആ വായിച്ചപ്പോ ഇതില് ഒരു വിദേശ സഹോദരൻ, അദ്ദേഹം 1950കളിൽ മരണപ്പെട്ട ഒരു സഹോദരൻ. അദ്ദേഹം തോട്ടത്തിലെ എസ്റ്റേറ്റ് ഓണറാണ്. അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നിന്ന് പെൻഷൻ പറ്റിയ ആളുകൾക്ക് മണി ഓർഡർ ആയിട്ട്, നമ്മൾ കേരളം വരുന്നതിന്റെ മുമ്പ് അദ്ദേഹം മണി ഓർഡർ അയച്ചതിൽ ആ മണി ഓർഡറിന്റെ ലാസ്റ്റ് ഭാഗം എഴുതാനുള്ള ഒരു കോളം ഉണ്ടാവുമല്ലോ. അപ്പൊ ഓരോ വ്യക്തികൾക്കും ഇദ്ദേഹം മണി ഓർഡർ ആയിട്ട് അയക്കുമ്പോ അദ്ദേഹം അതിന്റെ താഴെ ഇദ്ദേഹത്തിൻ്റെതായ ഒരു വരികൾ ചേർത്തത്, ദിസ് ഈസ് മൈ ലാസ്റ്റ് പേയ്മെന്റ് ഫോർ യു എന്നാണ്. ഇത് എന്റെ അവസാനത്തെ പേയ്മെന്റ് ആണ് നിനക്ക് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ നിസ്കരിക്കുമ്പോ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, നമ്മൾ വാഹനത്തിൽ കയറുമ്പോ, നമ്മുടെ ജോലി നിർവഹിക്കുമ്പോ ഈ ഒരു ചിന്ത നമുക്കുണ്ടാകും. ഞാനിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ പോലും പറഞ്ഞത് സ്വല്ലി സലാത്തൽ മുവദ്ദിഅ എന്നാണ്. ഒരു വിട പറയുന്നവന്റെ നിസ്കാരം പോലെ ആയിരിക്കണം നിന്റെ നിസ്കാരം. ഇത് ലാസ്റ്റ് ചാൻസ് ആണ് എനിക്ക് അള്ളാഹു തആല നൽകിയത്. ഒരു സഹോദരനെ അങ്ങനെ എഴുതാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ എത്രമാത്രം ബോധവാന്മാരാകണം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എന്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ലതായിരിക്കണം, മികച്ചതായിരിക്കണം. പടച്ചവനെ, എന്റെ ഓരോ അവസാന നിമിഷവും എന്റെ ആഖിബത്ത് ഏറ്റവും മികച്ച രീതിയിലായിരിക്കണേ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഒരു മഹാൻ പറയുക, പാരത്രിക നന്മയാണ്, പരലോക നന്മയാണ് നീ എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. ഏതുപോലെ ഞാൻ എപ്പോഴും മരിക്കും എന്നുള്ള ചിന്തയായിരിക്കണം നിന്റെ പാരത്രിക ബോധത്തിന്റെ പിന്നിൽ എന്ന മഹാനായ പണ്ഡിതൻ പറയുകയുണ്ടായി. പ്രത്യേകിച്ചും ഓരോ പ്രവർത്തനങ്ങളും പരലോകത്തെത്തുമ്പോ വിലയിരുത്തപ്പെടുന്ന ആ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ചീത്തയായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, ആ നല്ല പ്രവർത്തനങ്ങൾ മികച്ചതായിട്ട് കാണാൻ ഖുർആൻ പറയുക, അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക്. സൂറത്തുൽ കഹ്ഫിൽ അൽമാലു വൽ ബനൂൻ, സ്വത്തും സമ്പാദ്യവും മക്കളും ഒക്കെ സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ഈ ലോകത്തിന്റെ അലങ്കാരം തന്നെ, അതൊന്നും വേണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. പക്ഷേ വൽ ബാഖിയാത്തുസ് സാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക്, നമ്മൾ ചെയ്ത നല്ല സാലിഹായ കർമ്മങ്ങൾ മാത്രമേ മികച്ച രീതിയിൽ, അത് കർമ്മങ്ങളാവട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും കർമ്മത്തെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. പക്ഷേ നമ്മൾ വിട്ടേച്ചു പോയ വാക്കുകൾ പോലും